പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി കനക്കുകയാണ്. ഇറാൻ ഏത് നിമിഷവും ആക്രമിച്ചേക്കാം എന്ന കണക്കുകൂട്ടലിലാണ് ഇസ്രായേലുള്ളത്. സംഘർഷം കൂടുതൽ ശക്തിയാർജിക്കുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ കൂടുതൽ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും വിന്യസിക്കാൻ അമേരിക്ക തീരുമാനിച്ചിട്ടുണ്ട്. മെഡിറ്ററേനിയൻ കടലിൽ അന്തർവാഹിനി വിന്യസിക്കാൻ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയ്ഡ് ഓസ്റ്റിൻ ഓൾറെഡി ഉത്തരവിട്ടും കഴിഞ്ഞു. യുദ്ധഭീതി കനക്കുന്ന സാഹചര്യത്തിൽ മേഖലയിൽ കൂടുതൽ വിമാന കമ്പനികളൊക്കെ സർവീസൊക്കെ റദ്ദാക്കിയിട്ടുണ്ട്. തെല്ലവീവ്, ടെഹ്റാൻ, ബൈറൂത്ത് തുടങ്ങിയ ഇടങ്ങളിലേക്കുള്ള സർവീസുകൾ ഈ മാസം 21 വരെ നിർത്തിയതായി ലുഫ്താൻസ എയർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഗസയിലേക്ക് നോക്കിയാൽ ഇസ്രായേൽ ആക്രമണം വളരെ ശക്തമായി തന്നെ തുടരുകയാണ്. ഗസ സിറ്റിയിലും ഖാൻ യൂണിസിലും ഇസ്രായേൽ വ്യോമാക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ ദാരുൽ ബല, മഗാസി ക്യാമ്പുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് BK സുഹൈലാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സുഹൈൽ, ഹനിയയുടെ കൊലപാതകത്തിന് ശേഷം തന്നെ സാഹചര്യങ്ങൾ ഏത് രീതിയിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഏത് നിമിഷം വേണമെങ്കിലും ഒരു യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ്. എന്താണ് നിലവിൽ ഇപ്പോൾ അവിടെ നടക്കുന്നത്? ഈ സൂചിപ്പിച്ചതുപോലെ എപ്പോൾ വേണമെങ്കിലും അടുത്ത യുദ്ധം പൊട്ടിപ്പുറപ്പെടാം എന്നുള്ളത് തന്നെയാണോ സാഹചര്യം? അമൃത, ഈ വിഷയത്തിൽ ചില സങ്കീർണതകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഒന്നും വ്യക്തമായി എന്താണ് അടുത്ത നിമിഷം സംഭവിക്കുക എന്ന് പറയാൻ പറ്റാത്ത വിധം ഈ മേഖലയിൽ ചില നയതന്ത്ര നീക്കങ്ങൾ കൂടി നടക്കുന്നുണ്ട്. വിശദമായി പറയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത ഇസ്രായേൽ മുൻകൂട്ടി കാണുന്നു. അവരുടെ പൗരന്മാരോട് വളരെ സൂക്ഷ്മതയോടുകൂടി നീങ്ങണം. അയർഡം സംവിധാനം എല്ലാം ഉണ്ടെങ്കിലും അതിനും ചില പാളിച്ചകൾ ഉണ്ടാകാം. അതുകൊണ്ട് എല്ലാവരും സുരക്ഷിതരായിരിക്കണം. എപ്പോൾ നിർദ്ദേശം കിട്ടിയാലും ബങ്കറുകളിലേക്കടക്കം പോകാനുള്ള ഒരുക്കങ്ങളുമായി നിൽക്കണം എന്ന് ഇസ്രായേൽ അവരുടെ പൗരന്മാരോട് പറയുന്നു. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ബങ്കറുകളിലാണ് കഴിയുന്നത് എന്നുള്ള ഒരു സൂചനയും ഇപ്പോൾ നമുക്ക് ലഭിക്കുകയാണ്. വിവിധ വിമാന സർവീസുകൾ, പശ്ചിമേഷ്യയിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് വിമാന കമ്പനികൾ. അതോടൊപ്പം തന്നെ അമേരിക്ക ഒരുപക്ഷെ അടുത്തൊരു 24 മണിക്കൂറിനകം ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് കൂടുതൽ യുദ്ധക്കപ്പലുകളും അതേപോലെ തന്നെ യുദ്ധസന്നാഹങ്ങൾ, വിമാനങ്ങളടക്കമുള്ള കാര്യങ്ങളും പശ്ചിമേഷ്യയിലാകെ വിന്യസിക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നു. പക്ഷേ അപ്പോൾ തന്നെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചർച്ച. ഈ ആക്രമണം ഇല്ലാതാക്കാൻ വേണ്ടി വളരെ തിരക്കിട്ട നീക്കങ്ങൾ അമേരിക്ക മറുഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഓഗസ്റ്റ് 15-ാം തീയതി ഗസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായ ഒരു ചർച്ച അത് നടക്കാൻ പോകുന്നുണ്ട്. കൈറോയിലോ അല്ലെങ്കിൽ ദോഹയിലോ ആയിരിക്കും ആ ചർച്ച നടക്കുക. ആ ചർച്ചയിലേക്ക് ഹമാസിനെയും ഇസ്രായേലിനെയും ക്ഷണിച്ചിട്ടുണ്ട്. അമേരിക്കയും ഖത്തറും അതേപോലെ തന്നെ ഈജിപ്തും ചേർന്നുകൊണ്ട് സംയുക്ത പ്രസ്താവനയാണ് അക്കാര്യത്തിൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ 15-ാം തീയതി ഒരു ചർച്ച നടക്കുന്നുണ്ട്. അതുവരെ ഇറാനെ തടുത്തു നിർത്തുക എന്നുള്ളതാണ് പലതരത്തിലുള്ള നീക്കങ്ങളിലൂടെ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്ക് തുർക്കിയെ അടക്കം മധ്യസ്ഥ ശ്രമങ്ങളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ അയൽ രാജ്യങ്ങളായ ജോർദാനെയും അതേപോലെ തന്നെ ഇറാഖിനെയും എല്ലാം, ഇറാന് സമ്മതമുള്ള രാജ്യങ്ങളെ, റഷ്യയും ചൈനയും വരെ അമേരിക്ക ഇക്കാര്യത്തിൽ സമീപിച്ചിട്ടുണ്ട്. ഒരിക്കലും ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നതിനു വേണ്ടിയുള്ള തിരക്കിട്ട നീക്കങ്ങൾ അമേരിക്ക നടത്തുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്ന ഹമാസിൻ്റെ നേതാവിനെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയിൽ ഇസ്രായേൽ മൊസാദ് സംഘം വധിച്ചിട്ടും അതിനെതിരെ ഒരു ആക്രമണത്തിലേക്ക് ഇറാൻ പെട്ടെന്ന് പോകാത്തത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, അദ്ദേഹം ഒരു പരിഷ്കരണവാദിയായിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ തിരിച്ചടിക്കുന്നതിൽ താല്പര്യമില്ല എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. മസൂദ് പെസഷ്കിയാൻ്റെ സംഘവും അതേപോലെ തന്നെ IRGCയും ഇറാനിലെ സേനയും തമ്മിൽ ഇക്കാര്യത്തിൽ ചില അഭിപ്രായ ഭിന്നതകളുണ്ട് എന്ന് ചില മാധ്യമങ്ങൾ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിൽ എത്രത്തോളം ശരിയുണ്ട് എന്നുള്ള കാര്യം നമുക്കിപ്പോഴും സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിൽ പോലും അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില സാധ്യതകൾ ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മസൂദ് പെസഷ്കിയാൻ നമുക്കറിയാം, അദ്ദേഹം കാംനായിയുമായി, അതായത് ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി കാംനായിയോട് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് തിരിച്ചടിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്നും ഇറാൻ്റെ ഔദ്യോഗിക പ്രസ്താവനയായി വന്നത് ഈ ഹനിയുടെ വധത്തിന് തങ്ങൾ തിരിച്ചടി നൽകും തീർച്ചയായും. പക്ഷേ അത് എപ്പോൾ, എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ലാത്ത രൂപത്തിലാണ് ഇന്നത്തെ പ്രസ്താവന വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാംനായിയോട് പെസഷ്കിയാൻ പറയുന്നത് തിരിച്ചടിക്കണം എങ്കിൽ പോലും ഇറാൻ്റെ സാമ്പത്തിക മേഖലയും അതേപോലെ തന്നെ ഭദ്രതയും അത് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ, വളരെ കരുതലോടുകൂടി വളരെ ആലോചിച്ച് ഒരു തീരുമാനമെടുത്ത് മാത്രമേ തിരിച്ചടിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് പെസഷ്കിയാൻ്റെ മനസ്സിലിരിപ്പ് എന്നാണ് ഈ മാധ്യമങ്ങൾ പറയുന്നത്. ഏതായിരുന്നാലും ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ നയതന്ത്ര ഉപദേഷ്ടാവായി ഇപ്പോൾ വെച്ചിട്ടുള്ളത്
മുഹമ്മദ് സരീഫ് എന്ന് പറയുന്ന മുൻ വിദേശകാര്യമന്ത്രിയാണ്. മുഹമ്മദ് സരീഫ് നേരത്തെ തന്നെ ഈ വിഷയത്തിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. IRGCയുടെയും അതേപോലെ തന്നെ ഖുദ്സ് ഫോഴ്സിൻ്റെയും എല്ലാം തീരുമാനങ്ങൾ എടുത്തുചാട്ടം ആകാറുണ്ട് എന്ന് മുഹമ്മദ് സരീഫിന് വാദമുണ്ട് എന്ന തരത്തിലുള്ള പല റിപ്പോർട്ടുകളും നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെ അമേരിക്ക വധിച്ച കാസിം സുലൈമാനി എന്ന് പറയുന്ന ഖുദ്സ് ഫോഴ്സിൻ്റെ തലവൻ, അദ്ദേഹവുമായി ഈ മുഹമ്മദ് സരീഫിനുണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അത് ഒരു മാധ്യമം ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. പക്ഷേ ഇൻ്റർവ്യൂ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ അത് തടഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം വ്യക്തമായി തന്നെ കാസിം സുലൈമാനി എങ്ങനെയാണ് ഈ ആണവ കരാർ അടക്കമുള്ള കാര്യങ്ങളെ തള്ളുന്നത് അല്ലെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ സൂചനകൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ പെട്ടെന്ന് ഒരു അഗ്രസീവായ രൂപത്തിലേക്കുള്ള ഒരു എടുത്തുചാട്ടത്തിലേക്ക് പോകുന്ന ഖുദ്സ് ഫോഴ്സിനെയും അതേപോലെ തന്നെ ഇറാനിയൻ സേനയെയും നിയന്ത്രിക്കുന്ന തരത്തിൽ തീരുമാനങ്ങളുള്ള അല്ലെങ്കിൽ ആ തരത്തിലൊരു നിലപാടുള്ള മുഹമ്മദ് സരീഫിനെയാണ് ഇപ്പോൾ മസൂദ് പെസഷ്കിയാൻ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നയതന്ത്ര ഉപദേഷ്ടാവായി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ മസൂദ് പെസഷ്കിയാൻ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളെ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മുഹമ്മദ് സരീഫ് അതിൽ ഒരു വിദേശകാര്യമന്ത്രിയായി എത്തുമോ എന്നതടക്കമുള്ള കൗതുകമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ മന്ത്രിസഭയിൽ മുഹമ്മദ് സരീഫ് ഇല്ല. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മസൂദ് പെസഷ്കിയാൻ്റെ നയങ്ങളെയും തീരുമാനങ്ങളെയും നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആളായി ഇപ്പോൾ മുഹമ്മദ് സരീഫ് മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സംശയം, ഇപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ ഏത് തരത്തിൽ എപ്പോഴായിരിക്കും ഒരു തിരിച്ചടി എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വിശദീകരണമില്ല അല്ലെങ്കിൽ ഒരു വ്യക്തതയില്ല. ഒരു പക്ഷേ ഒരു യുദ്ധത്തിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ ഒരു തിരിച്ചടിയിലേക്ക് കടക്കാൻ തന്നെയാണ് ഇറാന്റെ ഒരു തീരുമാനമെങ്കിൽ ഇറാന്റെ പിന്നീടുള്ള നിലനിൽപ്പ് കൂടി നോക്കേണ്ടതില്ലേ? ഇപ്പോഴത്തെ നിലവിലെ ഒരു സാഹചര്യം അനുസരിച്ച് നോക്കുമ്പോൾ ഒരു വിജയത്തിലേക്ക് ഇറാൻ കടക്കാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? അല്ലെങ്കിൽ യുദ്ധത്തിന് ശേഷം എന്തായിരിക്കും ഇറാന്റെ അവസ്ഥ? അപ്പോൾ വിവിധ കാരണങ്ങളാൽ ഇറാൻ അവരുടെ സാമ്പത്തിക മേഖല തകർന്നു കിടക്കുകയാണ്. പലതരത്തിലുള്ള ഉപരോധങ്ങൾ നേരിടുന്നു. അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും കടുത്ത ഉപരോധം കാരണം ഇറാൻ്റെ സാമ്പത്തിക മേഖല എന്ന് പറഞ്ഞാൽ വലിയ തകർച്ചയിലാണുള്ളത്. എല്ലാവരും വലിയൊരു വിഭാഗം പട്ടിണിയിലാണ്, തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുന്നു. അതേപോലെ തന്നെ അവിടേക്കുള്ള ഇറക്കുമതി പലരും തടഞ്ഞിട്ടിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ മസൂദ് പെസഷ്കിയാനെ പുതിയ തെരഞ്ഞെടുപ്പിൽ ആളുകൾ അധികാരത്തിലേറ്റിയത് ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണും എന്ന നിലയിലായിരുന്നു. പക്ഷേ ഇതെല്ലാം ആസൂത്രണം ചെയ്യേണ്ട ആദ്യ ദിവസം തന്നെ, അതായത് അദ്ദേഹം അധികാരമേറ്റ ദിവസം തന്നെയാണ്, തൊട്ടടുത്ത ദിവസം തന്നെയാണ് ഹനിയെ കൊല്ലപ്പെടുകയും ഈ മേഖല മറ്റൊരു സംഘർഷത്തിലേക്ക് നീങ്ങുന്നത്. അപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധിയെ അടക്കം പരിഹരിക്കാനുള്ള പുതിയൊരു ടീമുമായി പുതിയ ആലോചനകളുമായി മസൂദ് പെസഷ്കിയാൻ വരുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ഒരു യുദ്ധസാധ്യത മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇറാനിലെ വിവിധ മാധ്യമങ്ങൾ നൽകിയിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ആ മാധ്യമങ്ങളിൽ കോളം എഴുതുന്ന ആളുകളെല്ലാം തന്നെ ചില ആളുകൾ മസൂദ് പെസഷ്കിയാനോട് പറയുന്നത് അല്ലെങ്കിൽ ഇറാൻ്റെ മത നേതൃത്വത്തോട് പറയുന്നത്, ഇപ്പോൾ ഈ യുദ്ധം വളരെ പെട്ടെന്ന് എടുത്തു ചാടിക്കൊണ്ട് നമ്മളൊരു യുദ്ധത്തിലേക്ക് പോകരുത്, വളരെ കരുതലോടുകൂടി ഇറാൻ്റെ ശത്രുക്കൾക്കെതിരെ നമുക്ക് ആക്രമിക്കണം, അവരെ കീഴ്പ്പെടുത്തണം, പക്ഷേ വളരെ ആലോചനയോടുകൂടി മാത്രമേ ഈ ഒരു കാര്യത്തിലേക്ക് പോകാൻ പാടുള്ളൂ. വളരെ പെട്ടെന്നുള്ള ഒരു യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷേ അത് ആത്മഹത്യാപരമായിരിക്കും. അപ്പോൾ ഇറാൻ ആത്മഹത്യ ചെയ്യണമോ? പല ആളുകളും കൊടുത്തിട്ടുള്ള തലക്കെട്ട് അതാണ്. നമ്മൾ ആത്മഹത്യ ചെയ്യണമോ അതല്ല കാത്തിരുന്നുകൊണ്ട് ശത്രുവിനെ തോൽപ്പിക്കണമോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ടിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ പെസഷ്കിയാൻ്റെ മുമ്പിലും ഒരു അവ്യക്തത ഉണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഇറാൻ ആക്രമിക്കുന്നു എന്ന് നമുക്ക് പറയാൻ തുടങ്ങിയിട്ട് കുറേ ആയിട്ട് പോലും ഇതിലേക്ക് ഒരു കൃത്യമായൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ള പെസഷ്കിയാൻ്റെ ഒരു സമയം തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക. ശരി.